ഓഡിറ്റോറിയങ്ങൾ, DJ ഹാൾ, റെയിൻ ഡാൻസ്, ബോട്ടിംഗ്, ഫിഷിംഗ്, ഹോഴ്സ് റൈഡിംഗ്, യോഗ ആൻഡ് മെഡിറ്റേഷൻ, ആയുർവേദിക് വെൽനസ് സ്പാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം 35-40 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസും ഈ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഒരു 150 കോട്ടേജുകൾ ഒരുമിച്ച് ഒരു കോമ്പൗണ്ടിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ, അതായത് ഒരു 3000-ഓളം ചന്ദനമരങ്ങളുള്ള ചന്ദനത്തിന്റെ ഒരു കാട്, ഒരു സാൻഡൽവുഡ് ഫോറസ്റ്റ്, ആ കാടിന്റെ അകത്ത് ഒരു ഗുഹ, ആ ഗുഹയുടെ അകത്ത് തന്നെ സ്വിമ്മിംഗ് പൂളും വെള്ളച്ചാട്ടമുള്ള, അതിന്റെ അകത്ത് പോയിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഈ 150-ഓളം കോട്ടേജസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ദിവസം നമുക്ക് അവിടെ 500 മുതൽ 750 പേര് വരെ ഒരു ദിവസം നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. 500 മുതൽ 750 പേര് വരെ. അപ്പൊ അതുകൊണ്ടുള്ള കൂടെ എന്താ, നമുക്ക് അവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ്, ഇന്നത്തെ ട്രെൻഡ് അല്ലേ ഡെസ്റ്റിനേഷൻ വെഡിങ്. നാട് കൂടെ ആണെങ്കിൽ കല്യാണം വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിരിക്കും അല്ലെ, ഡെസ്റ്റിനേഷൻ വെഡിങ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, IMA പോലുള്ള സംഘടനകളുടെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ, അതുപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഇപ്പൊ നമ്മളുടെ കമ്പനിയുടെ പ്രോഗ്രാമുകൾ തന്നെ പലപ്പോഴും നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും വാഗമണിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ 2-3 ദിവസമൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ആയിരക്കണക്കിന് കമ്പനികൾ ഇന്ന് ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇഷ്ടംപോലെ കമ്പനി, ഇവരൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ വരും. ഇതൊക്കെ വരുമ്പോൾ നമുക്കിവിടെ ബിസിനസ് എന്ന് പറയുന്നത് ആ വയനാടിന്റെ ഒരു സാധ്യത, ആ വയനാടിന്റെ പ്രത്യേക ഒരു കാലാവസ്ഥ, അവിടുത്തെ ഒരു പ്രകൃതി ഭംഗി, അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇന്ന് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് പോകാനായിട്ട് താമരശ്ശേരി ചുരം, കണ്ണൂർ ഭാഗത്തുള്ള ആളുകൾക്ക് വരാനായിട്ട് കുറ്റ്യാടി ചുരം, നിലമ്പൂർ ഭാഗത്തുള്ള ആളുകൾക്ക് വരാനായിട്ട് നാടുകാണി ചുരം, ഇതിനെല്ലാത്തിനും പുറപ്പെടുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്ന തുരങ്കപാത. അതിനേക്കാൾ അപ്പുറം കോഴിക്കോട് മൈസൂർ 6 വരിപ്പാത സാങ്ഷൻ ആയി കിടക്കുന്നു. ഇതെല്ലാം വരാൻ പോകുന്നത് ഈ വയനാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിനേക്കാൾ അപ്പുറം കേരളത്തിൽ ഒരേ ഒരു ജില്ലക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രത്യേകത ഉള്ളത് 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല. വലത്തോട്ട് പോയ തമിഴ്നാട്, ഇടത്തോട്ട് പോയ കർണാടക. കൃത്യമായിട്ട് പറഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ എത്താൻ പറ്റും. എന്ന് വെച്ചാൽ 1.5 കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ആളുകൾ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ, ഒന്ന് അടിച്ചു പൊളിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ചേരുന്ന സ്ഥലം വയനാട്. ഇത്രയേറെ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല കേട്ടോ, ഈ ചന്ദനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വയനാട്ടിലുള്ള കാലാവസ്ഥ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിൽ ഉള്ള സ്ഥലങ്ങളിലെ കാലാവസ്ഥ, ആ കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനമരങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ, വിലായൻ പുത്ത, ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് എറണാകുളത്ത് നട്ടാലും കോഴിക്കോട് നട്ടാലും പാലക്കാട് നട്ടാലും തിരുവനന്തപുരത്ത് നട്ടാലും ചന്ദനമരം വളരും. പക്ഷെ നമുക്ക് അതിനാദ്യം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലക്ഷങ്ങളുടെ വരുമാനം നമുക്ക് ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടണം, നല്ല ക്വാണ്ടിറ്റി കിട്ടണം, വേഗത്തിൽ കിട്ടണം. ഇതിനെല്ലാത്തിനും നമുക്ക് ഈ വയനാട്ടിലെ കാലാവസ്ഥയും മണ്ണും ഈ സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിന് മുകളിലുള്ള സ്ഥലം എന്നുള്ള പ്രത്യേകതയും ഇതെല്ലാം കൂടി ചേർന്നതാണ് വയനാട് ജില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ സാധ്യതകൾ. അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്, ഈ ഒരു കോട്ടേജിലേക്ക് ടൂറിസം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് വാടക വരുമാനം കിട്ടും, അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ചന്ദനമരം കുറിച്ച് വെക്കുമ്പോൾ പൈസ കിട്ടും. മൂന്നാമത്തത് പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. 8 മാസങ്ങൾക്ക് മുമ്പ് 45 ലക്ഷം രൂപ വിറ്റ പ്രോപ്പർട്ടി ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത് 95 ലക്ഷം രൂപ, 1 കോടിയിലേക്ക് എത്തുകയാണ്. അപ്പൊ 8 മാസം കൊണ്ട് ഒരു ഇൻവെസ്റ്റർ എമൗണ്ട് എത്രയും 100% മുകളിൽ വളർന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാസം ഒരു 2 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഇൻറ്റു 12 30 ലക്ഷം രൂപ വർഷം വരുമാനം, ഇൻറ്റു ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ 90 ലക്ഷം രൂപയോളം നമുക്ക് വാടക വരുമാനം മാത്രമേ കിട്ടുന്നുണ്ട്. പോട്ടെ, ഇനി ഒന്നുകൂടെ കുറച്ച് കണ്ട് ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൈകളിലേക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ടൂറിസം ബെനിഫിറ്റിലൂടെ കിട്ടുന്ന റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ്. അത് മാത്രമല്ല, നമുക്ക് ഈ പ്രോപ്പർട്ടി ഈ പറയുന്നത്ര എമൗണ്ട് കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ 1-2 വർഷത്തിന് ശേഷം വിത്ത് പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ
വാല്യൂ എത്രയായിരിക്കും? വർഷത്തിൽ 30 ലക്ഷം രൂപ വരുമാനമുള്ള അല്ലെങ്കിൽ മാസത്തിൽ 2.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയായിരിക്കും? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ ബിൽഡിംഗ് വാടക കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ വാടക കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ തന്നെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ടൗണിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു 50 സെന്റ് സ്ഥലത്തോ 20 സെന്റ് സ്ഥലത്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന് 2.5 ലക്ഷം രൂപ വരുമാനം, 2 ലക്ഷം രൂപ അതിന് മുകളിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ അത് വിറ്റാൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഏകദേശം 7 മുതൽ 10 കോടി വരെ. എന്നാൽ 7 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ വിലയുള്ള ഒരു ബിൽഡിങ്ങിനാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിക്കാണ് നമുക്ക് ഒരു മാസം 2.5 ലക്ഷം രൂപ കുറയാത്തൊരു വാടക വരുമാനം കിട്ടുക. ഇവിടെ നമ്മൾ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെറും 95 ലക്ഷം രൂപ മുടക്കിയാൽ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ പറ്റും. ഈ 7 കോടി 10 കോടി മുടക്കിയാൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് കൂടെ കിട്ടാൻ പറ്റും. ഇത് പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിൽക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്റെ വില 5 കോടി വേണോ, 7 കോടി വേണോ, 3 കോടി വേണോ, എത്ര വേണോ, നിങ്ങൾ പറയുന്നതാണ് അതിന്റെ വില. ക്ലിയർ? അതാണ് ഇതിലുള്ള റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് അഥവാ പ്രോപ്പർട്ടി അപ്രീസിയേഷൻ. ഓക്കെ, ഇനി അടുത്തൊരു ഹൈലൈറ്റും കൂടെ പറയുകയാണെങ്കിൽ അടുത്തൊരു പ്രൊജക്റ്റും കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. അതായത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ ഈ പറഞ്ഞ 150 ഹൗസുകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ വരുന്ന 500 മുതൽ 750 വരെയുള്ള ഗസ്റ്റുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറില്ല, അതിഥി ദേവോ ഭവ. വരുന്നവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക, വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി, ഏറ്റവും നല്ല ഫ്രൂട്ട്സും ഇതെല്ലാം കൊടുക്കാനായിട്ട് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് 12 ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതില് നമുക്ക് അരി മുതൽ നെല്ല് മുതൽ എല്ലാത്തരം പച്ചക്കറികളും ഫ്രൂട്ട്സും അതുകൂടാതെ മറ്റു മീറ്റ് ഐറ്റംസ്, ചിക്കൻ, മട്ടൺ, ബീഫും, ഫിഷും, പ്രോൺസും, എഗ്ഗും, മിൽക്കും, അങ്ങനെ ഏറ്റവും എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ ഈ ഫാമിൽ തന്നെ കൃഷി ചെയ്യുന്നു. ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പൈസ ഉള്ള ആളുകൾക്ക്, കോടികൾ കയ്യിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം, അറിയാം എന്നൊക്കെ ഒരു താല്പര്യമൊക്കെ തോന്നും. പക്ഷേ ഒരു ചെറിയ കുറച്ച് ലക്ഷങ്ങൾ കയ്യിലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, പൂച്ചക്ക് എന്ത് പൊന്നിക്കുന്നിടത്ത് കാര്യമില്ല. സാധാരണക്കാരായിട്ടുള്ളത് ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ പറയുന്നത്, എന്നാ ഇതൊക്കെ നമുക്കിവിടെ എന്താ ചെയ്യാം, ഇതൊക്കെ കോടികളുടെ കഥയല്ലേ പറഞ്ഞത്. ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ പോലും അത് 1 ലക്ഷം ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, 5, 10, 25 എത്രയാണെങ്കിലും നിങ്ങൾക്കും ഒരു ഇൻവെസ്റ്റർ ആവാനുള്ള, ഒരു ഇൻവെസ്റ്റർ ആയിക്കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഞങ്ങളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 100% ലീഗലായി തന്നെ. അതായത് നേരത്തെ പറഞ്ഞ ആ കോട്ടേജ് ആണെങ്കിലും 95 ലക്ഷം രൂപ വില വരുന്ന കോട്ടേജ് ആണെങ്കിലും 95 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മേടിക്കാം. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ 1-2 ലക്ഷം രൂപ ഉള്ളെങ്കിലും അതിന് നമ്മൾ LLP മോഡലാക്കിയിട്ട്, LLP മോഡൽ ഒരു കമ്പനി പോലെ രൂപീകരിച്ച് അതിന് നമ്മൾ 1 ലക്ഷം രൂപ വിലയിലുള്ള ഷെയറുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ, 1 ലക്ഷം രൂപ ഉള്ളൂ, ഒരു ഷെയർ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അതിന്റെ പാർട്ട്ണർ ആവാം. നിങ്ങളുടെ കൂടെ പേരിലാണ് ആ പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഷെയർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പാർട്ട്ണർ ആവും. അതേപോലെ തന്നെയാണ് ഈ ഫാം പ്രോജക്ട്. 100 കോടി രൂപ പ്രോജക്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 10,000 ഷെയറുകൾ, 1 ലക്ഷം രൂപയുടെ 10,000 ഷെയറുകളാണ്. അതിൽ കുറച്ച് ഷെയർ കൂടെ നമുക്ക് ഇനി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് ഇതിലും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേ നമ്മൾ കോട്ടേജിന്റെ കാര്യം പറഞ്ഞു, 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ ഫാം പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം ഒരു 15 വർഷം കൊണ്ട് ലൈഫ് ടൈം ഈ പ്രോപ്പർട്ടി നിങ്ങളതാണോ. ഈ 100 കോടി രൂപയുടെ പ്രോജക്റ്റും അതിന്റെ ലാൻഡും ഇതെല്ലാം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും കോടികൾ ഇൻവെസ്റ്റ് ചെയ്താലും അവരും ഇതിന്റെ ഉടമസ്ഥരാണ്. അപ്പൊ ഒരു 15 വർഷത്തേക്കുള്ള കണക്ക് ഞാൻ പറയണമെന്നുള്ളൂ. ആജീവനാന്ത കാലം നിങ്ങളുടെ പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ ഈ 15 വർഷത്തേക്കുള്ള പ്രൊജക്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഏകദേശം 14 മടങ്ങിന് മുകളിലായിരിക്കും. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 14 ലക്ഷം രൂപയായിട്ട് മാറും. 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ 14 കോടികളായിട്ട് മാറും. ഇതൊക്കെ കേൾക്കുമ്പോ പിന്നെ കുറെ കേട്ടിട്ടുണ്ട്, തന്നെ അപ്പുറത്ത് കേട്ടിട്ടുണ്ട് അല്ലേ. ചെറിയ 2-3 കണക്കുകൾ മാത്രം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. സാധാരണക്കാരന്റെ ഭാഷയിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നുള്ളതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ 2-3 പറഞ്ഞത്. ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന്റെ അകത്ത് ഇന്റഗ്രേറ്റഡ് ഫാം ഉണ്ട്, ഫാം ടൂറിസം ഉണ്ട്,
സാൻഡൽവുഡ് റിസർച്ച് സെന്ററിന്റെ നഴ്സറി ഉണ്ട്. ഇതൊക്കെ ഇത് ഇൻകം കിട്ടുന്ന സോഴ്സുകളാണ്. അതില് 2-3 കാര്യം മാത്രം പറയണേ. ഈ ഫാമിൽ 1 ലക്ഷം മുട്ടക്കോഴികളാണ് നമ്മൾ വളർത്തുന്നത്. മുട്ടക്കോഴികൾ എന്ന് പറയുമ്പോൾ നല്ല ഔഷധ ഗുണമുള്ള പ്രോട്ടീൻ റിച്ച് ഫുഡ്, പുഴുക്കളെ കഴിപ്പിച്ചിട്ടുള്ള ചിക്കൻസിനെ കൊണ്ട് ഇടിക്കുന്ന മുട്ടയാണ്. എന്ന് വെച്ചാൽ 1 ലക്ഷം കോഴികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏവറേജ് 94,000 മുട്ടകളാണ് ഏവറേജ് നമുക്ക് കിട്ടും ഒരു ദിവസം. റൗണ്ടായിട്ട് 1 ലക്ഷത്തിന് എടുത്തോ കണക്കൂട്ടാണ്. ഒരു മുട്ടയ്ക്ക് ഇത് ഹോൾസെയിൽ പ്രൈസ് നമുക്ക് 7 രൂപ വെച്ച് കിട്ടും. ഒരു ദിവസത്തെ വരുമാനം എത്രയും 1 ലക്ഷം മുട്ട, ഒരു മുട്ടയ്ക്ക് 7 രൂപ. ഞാൻ മനസ്സിൽ ചെറിയ ഉദാഹരണം പറയുന്നത്. എത്രയും 7 ലക്ഷം രൂപ കിട്ടും. ഓക്കെ. ഇനി അവിടെ 200 പശുക്കളുണ്ട്. പാലിന് വേണ്ടി മാത്രമല്ല 200 പശുക്കളുണ്ട്. ഒരു പശുവിന് 40 ലിറ്റർ പാല് കിട്ടുന്നത് കണക്ക് 25 ലിറ്റർ കൂട്ടിയാൽ മതി. ഇനി നമുക്ക് നാടോടിക്കാറ്റ് പോലെ ആവില്ല, ഒന്ന് കുറച്ച് കുടിക്കാൻ മതി അല്ലെ? ഒരു 25 ലിറ്റർ വെച്ച് കൂട്ടിയാൽ തന്നെ 200 പശു ഇൻറ്റു 25 ലിറ്റർ 5000 ലിറ്റർ പാൽ, 1 ലിറ്റർ പാൽ 60 വെച്ച് കൂട്ടി കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ പാൽ. അപ്പൊ എത്രയും 7-3 10 ലക്ഷം രൂപയില്ലേ മാസം? എത്രയും ഒരു ദിവസം 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം ഇൻറ്റു 30 ദിവസം 3 കോടി. ഇത് 2 പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം 200-ലധികം ഐറ്റംസ് ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു ഫാമിൽ. ടെക്നോളജി ആരും പഴയ തോർത്തുകൊണ്ടെടുത്ത ബനിയനിട്ട ചേട്ടനെ മനസ്സിൽ കാണാൻ കേട്ടോ. മണ്ണ് പോലും ഇല്ലാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സും വെർട്ടിക്കൽ ഫാമിംഗ് ഉൾപ്പെടെയുള്ള പല കൃഷി രീതികളും നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം പുതിയ ടെക്നോളജികളാണ്. ഏകദേശം കണക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ കോഴിയുടെ മുട്ടയും ഈ പശുവിന്റെ പാലും മാത്രം കൊടുത്താൽ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ അരിപ്പട പ്രധാനപ്പെടാനാവും. ഇനി അവിടുന്ന് കിട്ടാനുള്ള കോഴിക്കാഷ്ടം മുതൽ ആട്ടുംകാട്ടം മുതൽ ചാണകം മുതൽ അങ്ങനെ കിടക്കണ ഇൻകം കിട്ടാനുള്ള സോഴ്സുകൾ. അത് മാത്രമല്ല, ഇവിടുന്ന് ഉണ്ടാക്കുന്ന പാലാണെങ്കിലും മറ്റുൽപ്പന്നങ്ങളാണെങ്കിലും പാലായിട്ടല്ല പുറത്തേക്ക് കൊടുക്കുക. അതെല്ലാം നമ്മൾ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മുടെ സ്വന്തമായിട്ട് തന്നെ ഫുഡ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഇതിനെ പല ഉൽപ്പന്നങ്ങളാക്കി, തൈരും നെയ്യും മറ്റു വെണ്ണ അങ്ങനെയുള്ള ബട്ടറൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാക്കിയിട്ട് പുറത്തേക്ക് വിടുക. അപ്പൊ ഇതിന്റെ വേഗം ഒന്നും കൂടെ മാറൂലേ? എത്ര വെറൈറ്റി പച്ചക്കറികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കയ്യിലെല്ലാം ഒരുമിച്ച് ലാസ്റ്റ് ഉണ്ടാവും സാറില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് പച്ചക്കറികൾ എത്ര വെറൈറ്റി ഉണ്ടാവും, എത്ര വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടാവും. പോത്തുണ്ട്, ആടുണ്ട്, നെല്ലുണ്ട്, ഇറച്ചിക്കോഴിയുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അതൊക്കെ അതിലുണ്ട്. നിങ്ങൾ എന്ത് സാധനം വേണമെങ്കിലും ചോദിച്ചു. കാശ്മീരിൽ ഉണ്ടാകുന്ന കുങ്കുമപ്പൂ ഇല്ലേ, അതവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വൈപ്പിൻ കൊച്ചി ഭാഗങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്ന, കായലിൽ കൃഷി ചെയ്യുന്ന മഡ്ക്രാബ് അല്ലെ, മഡ്ക്രാബ് 1 കിലോന് 1500 വരുന്ന മഡ്ക്രാബില്ലേ, അതും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു അതിനാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. മീനുകൾ അധികം പറഞ്ഞില്ല. ഏതൊക്കെ വെറൈറ്റി മീനുകളുണ്ടോ, മീനുകൾക്ക് മാത്രമായിട്ട് 4 വലിയ പോണ്ടുകളുണ്ട്. 50 സെന്റിൽ കുറയാത്ത വലുപ്പമുള്ള 4 പോണ്ടുകൾ. അപ്പൊ ഞാൻ ആകെ പറഞ്ഞത് കോഴിയും മുട്ടയും പാലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ അകത്ത് ഏകദേശം 70 കോട്ടേജുകളുണ്ട്. ഫാം ടൂറിസം. നമ്മൾ അവിടെ 20,000-30,000 നമ്മൾ റെന്റ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ 10,000 രൂപ കിട്ടിയാൽ മതി. ചെറിയ രീതിയിലുള്ള വാടക. ഒരു 70 കോട്ടേജ് മാസത്തിൽ 15 ദിവസം പോയാൽ തന്നെ എത്ര രൂപ? ഇനി കൂട്ടണ്ടല്ലോ, സർപ്ലസ് ഒന്നും കൂട്ടണ്ടല്ലോ. അപ്പൊ ഇത് കിട്ടണല്ലോ. ഇത് പോട്ടെ, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ അത് വേറെ, നഴ്സറി അത് വേറെ, ഇതൊക്കെ പോട്ടെ. മെയിൻ ഒരു സാധനം ഞാൻ പറയാം ലാസ്റ്റ്. അതായത് ഈ 12 ഏക്കർ സ്ഥലത്ത് 2000 ചന്ദന മരങ്ങളുണ്ട്. ഈ 2000 ചന്ദന മരങ്ങൾ 10 മുതൽ 15 വർഷത്തിനുള്ളിൽ മുറിച്ചു വെക്കുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് എത്ര രൂപ കിട്ടും? ഒരു മരത്തിന് 25 ലക്ഷം രൂപ. 2000 ഇൻറ്റു 25 ലക്ഷം, ഏകദേശം 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള ചന്ദനമരത്തിൽ നിന്നുള്ള വരുമാനം മാത്രം ഇതിലുണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 15 വർഷത്തിൽ 14 മടങ്ങിന് മുകളിലായിട്ട് മാറുന്നുള്ളത്. ഇന്ന് അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നിവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരു ഇരട്ടി മധുരം കിട്ടുന്ന ഒരു കാര്യം കൂടെ ഇന്നിവിടെ ബാക്കിയുണ്ട്. ഞാൻ അതിൽ ക്ലൂ തന്നിട്ട് പോകാൻ, ബാക്കി കൂടെ MP ഒന്ന് സംസാരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് 14 ലക്ഷം രൂപയോളായിട്ട് മാറുന്നു പറഞ്ഞില്ലേ? 14 ഇരട്ടി. അത് ഇരട്ടി മധുരം എന്താണെന്നുള്ള ഇരട്ടി എന്നുള്ള വാക്ക് മാത്രം തൽക്കാലം ഓർത്ത് വയ്ക്കും. ബാക്കി MP പറഞ്ഞു തരും. പക്ഷെ ഇന്നത്തെ ദിവസത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയും കൂടിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെയൊക്കെ നമ്മൾ ഇന്നോവേഷൻസ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ?
എല്ലാം ഒരു ഇന്നോവേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇല്ല ഇതുപോലെ പ്രോജക്റ്റ് എവിടെയുണ്ട്. 1 ലക്ഷം രൂപ കൊണ്ടുപോയി ഇന്റഗ്രേറ്റഡ് ഫാമിൽ ഇന്ന് എന്റെ ഷെയർ, 1 ലക്ഷം രൂപ കൊണ്ടിട്ട് ഒരു റിസോർട്ടിൽ എന്റെ ഷെയർ, അതിന്റെ ആധാരം നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഇന്നോവേഷൻസ് ആണ്. ഇവിടെ ഉള്ള സാധനങ്ങൾ നമ്മൾ ഇന്നോവേഷൻ നടത്തി നമ്മളുടെ പ്രൊജക്ടുകളാക്കി മാറ്റിയിരിക്കുന്നു. ഇതുകൊണ്ട് തീർന്നോ? ഇതിന്റെ കൂടെ കുറച്ച് സയൻസും ടെക്നോളജിയും കൂടെ ആയാലോ? അതാണ് നമ്മുടെ വെരി ലേറ്റസ്റ്റ്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അനൗൺസ് ചെയ്ത നമ്മുടെ പ്രോജക്റ്റ് ആണ് BMW. BMW കാറല്ല, ബയോ മെഡിക്കൽ വേസ്റ്റ്. അതായത് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ മണ്ണാക്കി മാറ്റുന്ന ടെക്നോളജി. അത് കേന്ദ്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള CSIR, ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള CSIR, അവരുടെ ഇന്നോവേഷൻ ആണ് ഈ ഒരു ടെക്നോളജി. ഇതിന്റെ 17 പാറ്റന്റ്സ് ഉള്ള കെമിക്കലും 7 പാറ്റന്റ്സ് ഉള്ള ഇതിന്റെ മെഷീനും, 27 പാറ്റന്റ്സ് ഉള്ള കെമിക്കലും 7 പാറ്റന്റ്സും 34 പാറ്റന്റുകളുള്ള ഈ ഒരു ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു CSIR. സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് കമ്പനികൾക്കാണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാറുള്ളത്. എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് 5 ലക്ഷം 10 ലക്ഷം 20 ലക്ഷം കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ആവശ്യക്കാർക്കൊക്കെ ടെക്നോളജി കൊടുക്കും. അവർക്കൊക്കെ ഇതിന്റെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യാം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫറിംഗ് ഇവിടെ നടന്നിട്ടുള്ളത്. ടെക്നോളജി ട്രാൻസ്ഫറിംഗ് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ us, നമുക്ക് മാത്രമേ ഉള്ളത്. എവിടെ? ലോകത്തിൽ ഇന്ന് 200ഓളം രാജ്യങ്ങളിൽ ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോ ഇത്തരത്തിലുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ടാറ്റ പോലെ റിലയൻസ് പോലുള്ള വലിയ ഗ്രൂപ്പുകൾക്ക് കിട്ടേണ്ട ഒരു പ്രൊജക്റ്റ് ആണ്. പക്ഷെ നമ്മളത് നമ്മളുടെ മിടുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മിടുക്ക്. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സാധാരണക്കാരുടെ ഭാഷ പറഞ്ഞ ഒരു കൾട്ട്. ഇവിടെ കൾച്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകളുള്ള ഒരു കമ്മ്യൂണിറ്റി എവിടെയുണ്ട്? ഒരു കല്യാണത്തിന് കൂടാനുള്ള ആൾക്കാരില്ല ഇന്നിവിടെ, ശരിയല്ലേ? ഇത് മുഴുവൻ ആൾക്കാരോട് വന്നാ 10-11 പോലും എത്തിയിട്ടില്ല ഇവിടെ. ഓരോരുത്തരുടെ അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വരാൻ പറ്റുന്ന ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. 5000ഓളം പേരുള്ള ഒരു ഗ്രൂപ്പ്, ഒരു കൾട്ട് രൂപീകരിച്ചു കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള, മാർക്കറ്റിങ്ങിന് തയ്യാറായിട്ടുള്ള, എന്തിനും പോകാം, കോടികൾ സമ്പാദിക്കണം എന്നുള്ള അല്ലെങ്കിൽ കോടീശ്വരന്മാരാവണം എന്നുള്ള ആഗ്രഹവുമായിട്ട് നിൽക്കുന്ന വലിയ ഇൻവെസ്റ്റേഴ്സിന്റെയും മാർക്കറ്റിംഗ് ടീമിന്റെയും ഒരു പിൻബലം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങളെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ കാരണക്കാരാരാ? നിങ്ങളാണ്. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ പോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് കൂടുതൽ പൈസ ഉള്ള, കോടികൾ കയ്യിലുള്ള കോടീശ്വരന്മാർക്കും ലക്ഷങ്ങൾ കയ്യിലുള്ള ലക്ഷപ്രഭുക്കൾക്കും, കുറച്ച് പൈസ ഉള്ള സാധാരണക്കാർക്കും, ഒന്നുമില്ലാത്ത അതിസാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ വളരെ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റിലും ബഹുഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിട്ട് ജീവിതം ജീവിച്ച് എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അവസാനിപ്പിച്ച് പോകണം, ശരിയല്ലേ? നമ്മുടെ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ആളെടുത്തു കഴിഞ്ഞാൽ 95 ആളും അല്ലെങ്കിൽ 95-ലധികം ആളുകളും വളരെ സാധാരണക്കാരായിട്ട് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള കാറ്റഗറിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ്. വളരെ ചെറിയൊരു ശതമാനം, 5% താഴെ ആളുകൾ മാത്രം ഇന്ന് റിച്ചായി ലക്ഷറി ആയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ലക്ഷറി ലൈഫ് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക്, ഇങ്ങനെയുള്ള ചില പ്രത്യേകതയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരാവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ട് അത്തരത്തിൽ സാധിച്ചില്ല? വിരലെണ്ണാവുന്ന
ലുലു യൂസഫലിക്കോ കൊച്ചോസഫ് ചിറ്റലപ്പള്ളിയോ ജോയ് ആലിക്കാസോ മലബാർ ഗോൾഡോ കല്യാണോ ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രം വലിയ കോടീശ്വരന്മാരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നാട്ടിൽ കാണുന്ന നിങ്ങളുടെ അയൽവാസികളോ നാട്ടുകാരനോ ആയിട്ടുള്ള ആ പ്രമാണിക്ക് മാത്രം ഒരു കോടീശ്വരനാവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം ഉണ്ടാവും. അതിന് ഉത്തരം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരന് 4 കൈയുണ്ടോ, 4 കാലുണ്ടോ, 2 തലയുണ്ടോ, അല്ലെങ്കിൽ തലയ്ക്ക് കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ടോ? ഒന്നുമില്ല. അവര് ചിന്തിച്ചു, റിസ്ക് എടുക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ കിട്ടിയൊരു അവസരം ശരിയായ രീതിയിൽ ഉപയോഗിച്ചു. ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ? സമയം അറിയാം. യെസ്, ഓക്കെ. 12 മണിക്ക് അവസാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വെരി ലാസ്റ്റ് ഞാൻ സ്റ്റോറി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു കാട്ടില് അത് ഉറങ്ങണില്ലല്ലോ. സാധാരണ 2 പേർക്ക് ഉറങ്ങാണ് അതുപോലെ പ്രോഗ്രാം സംസാരിക്കും. ഇന്ന് എല്ലാവരും അലേർട്ടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഗൈഡ് കൊടുത്ത് ഇത്ര അലേർട്ടായിട്ട് ഇനി അഥവാ ആരെങ്കിലും ഉറങ്ങണ്ടെങ്കിൽ കൈകളിൽ ശബ്ദം ഇല്ല, എല്ലാവരും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ആ കഥയോടെ പറഞ്ഞ് അവസാനിപ്പിക്കണം. ഒരു കാട്ടില് ഒരു രാജാവ് ഉണ്ടായിരുന്നു. കാട്ടിലെ രാജാവരാ എത്ര മമ്മൂട്ടിക്ക് സിംഹം. ഓക്കെ, അപ്പൊ കാട്ടിലെ രാജാവ് സിംഹം. അപ്പൊ സിംഹം ഒരു ദിവസം ഭാര്യനോട് പറഞ്ഞു, ഭാര്യ ഞാൻ പോയിട്ട് ഇന്നത്തെ ഇര പിടിച്ചിട്ട് വരാം, എന്റെ മാറ്റിനൊക്കെ പിടിച്ചിട്ട് വരാം. അപ്പോ പുള്ളിക്കാരി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആര്? സിംഹിണി ഭാര്യ. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പോയിട്ട് പിടിച്ചിട്ട് വന്നോളാം, നീ വിളിച്ചോളാം പറഞ്ഞു. അവരെ അതല്ല, ഞാൻ കുറെ ദിവസമായില്ലേ വീട്ടിൽ തന്നെ നടന്നിരിക്കല്ലേ, ഗുഹയിൽ തന്നെ ഇരിക്കല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ പെണ്ണുങ്ങളല്ലേ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ ആയിക്കോട്ടെ കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അപ്പൊ അത് മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും പെണ്ണുങ്ങളെ കണ്ടത് വാശി പിടിച്ചാൽ പിന്നെ ജയിക്കാണ്ട് സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കും. ശരിയല്ലേ? എല്ലാവരും ചിരിക്കുന്നുണ്ട്, കറക്റ്റാ അല്ലേ? അപ്പൊ കൂടെ കൂട്ടി അങ്ങനെ കൊണ്ടുപോയി. അന്ന് പിന്നെ പോവാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. കുറച്ച് ദൂരം എത്തി കഴിഞ്ഞപ്പോ അവിടെ ഒരു മരത്തണല് പറഞ്ഞൊരു കുന്നിന്റെ മുകളിൽ മരത്തണല്, ഇവിടെ ഇരുന്നോ, ഇന്ന് റെസ്റ്റ് എടുത്തു, ഞാൻ പോയിട്ട് മാനിനെയൊക്കെ പിടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ മാനിനെ പിടിക്കാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മയങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോ പെൺസിംഹം താഴെ ആടുകൾ പോകുന്ന ശബ്ദം കേൾക്കുന്നു. ആടുകൾ മേഞ്ഞ് നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പൊ ആടുകൾ മേഞ്ഞ് ശബ്ദം കേട്ടപ്പോ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഒരു തോന്നല്, ആള് മാനിനെയൊക്കെ പിടിച്ചു വരുമ്പോ ആൾക്ക് സർപ്രൈസ് കൊടുത്താൽ ഇത് പെണ്ണുങ്ങളെ സ്ഥിരം പരിപാടി, സർപ്രൈസ് കൊടുക്കുക ഇല്ലേ? വീട്ടിലുള്ള ആളുകൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ പരിപാടി, പ്രായഭേദമൊന്നുമില്ല, എല്ലാവരും ചെയ്യും. ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള പ്ലാൻ എന്ത് ചെയ്ത് മോളിൽ നിങ്ങൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ഒരു കൂട്ടർ 19 ആളുകൾ നടന്നുകൊണ്ട് ഇവൻ കുന്നിന്റെ മുകളിൽ നമ്മള് സിംഹിണി മുകളിൽ നിന്നെടുത്ത് ഒറ്റ ചാട്ടാട്ടി കൊണ്ടതിന്റെ മുകളിൽ പ്രകടനെ പിടിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. എന്താണ്ടേ ഗർഭിണിയൊക്കെ അല്ലേ, അല്ലാത്ത സമയത്ത് ചാട്ടം പോലെ ചാട്ടം ഷാർപ്പായില്ല. ആളുകളാണെങ്കിൽ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തു. മിസ്സായി, ചാട്ടം മിസ്സായി, പാറയിൽ തലടിച്ചു വീണു. സങ്കടമല്ലേ? കഥയൊന്നും വിഷമിക്കണ്ട. മരിച്ചെങ്കിലും പൂർണ്ണ ഗർഭിണി ആയതുകൊണ്ട് ഡെലിവറി നടന്നു, പ്രസവിച്ചു. 4 കുട്ടികൾ, 3 സ്പോട്ടിൽ മരിച്ചു. സങ്കടപ്പെടണ്ട, കഥ മരിച്ചു. ഓക്കെ, അപ്പൊ ഒരു കുട്ടി രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഒരു കുഞ്ഞ് നോക്കിയപ്പോ ചുറ്റും നോക്കിയപ്പോ ഒന്നും കാണാനില്ല. ആളുകൾ എന്താ, ഒരാടുകൾ നടന്നുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. ഇവരെന്ത് ചെയ്തു? സിംഹക്കുട്ടിയല്ലേ, ആട്ടുകുട്ടത്തെ വലിപ്പുണ്ടാവുള്ളൂ, കുഞ്ഞല്ലേ, ഇവർ അവരുടെ കൂടെ കൂടി. ഈ സിംഹം ആ ആട്ടുകൂട്ടത്തിന്റെ കൂടെ കൂടി. അങ്ങനെ നോക്കിയപ്പോ അതിന് കുഞ്ഞാടുകൾ ഉണ്ടായിരുന്നു. ഇവര് അമ്മയുടെ അകടിയിൽ നിന്ന് പാല് കുടിക്കുന്ന ആട്ടുകുട്ടിയുടെ അമ്മയുടെ പാല് കുടിക്കുന്നുണ്ട്. ഇവൻ പോയിട്ട് ഇവര് അതിന് പാല് കുടിച്ചു. പിന്നെ നോക്കിയപ്പോ ഒരു പുല്ല് തിന്നാണ്ട്, അപ്പൊ അവര് പുല്ല് തിന്നു. പിന്നെ നോക്കിയപ്പോ വെള്ളം കുടിക്കുന്നു, വെള്ളം തിന്നു, ഇല തിന്നു. അങ്ങനെ ആ ആടുകൾ എന്തൊക്കെയാണോ ചെയ്യണം, ആട്ടുകുട്ടികൾ എന്തൊക്കെയാണോ ചെയ്യണത് അത് കണ്ട് അവരെ കൂടെ അങ്ങനെ അവരങ്ങൾ വളർന്നു. അങ്ങനെ വളർന്നു വന്നു കുറച്ച് വലുതായപ്പോ അപ്പൊ സാധാരണ ആടുകൾ എങ്ങനെയാ അതുപോലെ സിംഹോണിങ്ങൾ എങ്ങനെയാ ഗർജിക്കുക അല്ലെ? പക്ഷെ എന്താ ഇവരതറിയോ? ഇവനെങ്ങനെ, ഇവൻ പഴയ ആ ആട്ടുകൂട്ടത്തിൽ ആടുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവനും മേലെ കരവണം. സിംഹം എടുത്ത് പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇവനൊരു ആചാര ബാഹു ഗംഭീര സിംഹമായിട്ട് മാറി. അപ്പൊ അങ്ങനെ ഇവരിങ്ങനെ ആട്ടുകൂട്ടം മേഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ ഒരു ദിവസം സിംഹങ്ങൾ
ഇങ്ങനെ മറ്റു സിംഹങ്ങൾ മേഞ്ഞ് നടക്കുന്ന സമയത്ത് നോക്കിയപ്പോ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ആട്ടുംകൂട്ടത്തിന്റെ കൂടെ നടക്കുക. അപ്പൊ ഒരു കൺഫ്യൂഷൻ ആയി കണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഈ ആട്ടുംകൂട്ടത്തിന്റെ കൂടെ നടക്കണം. ഉടനടി ഒരു മീറ്റിംഗ് കൂടി തീരുമാനിച്ചു. ആട്ടുകൂട്ടം തീരുമാനിച്ചു എന്തായാലും ഇവനെ ഒന്ന് പിടിച്ചല്ല. സിംഹങ്ങൾ പുതിയ സിംഹം മറ്റു കണ്ട സിംഹങ്ങൾ വിചാരിച്ചു ഇവരൊന്ന് പിടിച്ചിട്ട് വന്നോളാം. അങ്ങനെ എല്ലാവരും കൂടെ ആ ആട്ടുകൂട്ടത്തിനിടയിലെ സിംഹത്തിനെ പിടിച്ചോണ്ട് പോയിട്ട് നേരെ നദിക്കരയിൽ കൊണ്ട് നിർത്തി. വെള്ളത്തിൽ പ്രതിബിംബം കാണാൻ വേണ്ടി കൊണ്ട് നിർത്തി. കണ്ണാടി നോക്കണോ കാണിച്ചു കൊടുത്തു. ആ കണ്ടോ പോലെ നീ ഇവിടെ നിൽക്കണ്ട, നീ സിംഹമാണ്, ഞങ്ങളെ പോലത്തെ സിംഹമാണ്. നീ ഇങ്ങനെ ആടിന്റെ കൂടെ നടക്കണമല്ല, നീ ഇവിടെ കാടിനെ ഭരിക്കണ്ട, അല്ലെങ്കിൽ ഈ ആടുകളൊക്കെ പിടിച്ച് തിന്നണ്ട സിംഹമാണ്. നീ മേലെ കാര്യങ്ങളല്ല, ഗർജിക്കേണ്ടവരാണ് നീ. എന്നിട്ടാണ് നീ ഇവരുടെ കൂടെ നടക്കുന്നത് എന്ന് ചോദിച്ച് ഇവൻ അവരെ കൂട്ടത്തിൽ കൂടെ കൂട്ടി. എന്താ സംഭവിച്ചേ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങള് കുറച്ചു പേരൊക്കെ ആടുകളില്ലേ? ഇല്ലേ? ഈ കുറച്ച് ആടുകള് നിങ്ങൾ ആടാവാനുള്ള കാരണം എന്താ? സിംഹക്കുട്ടി എവിടെ വളർന്നേ? നിങ്ങളെവിടെ വളർന്നേ? നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സിംഹക്കുട്ടികളായിരുന്നു, സിംഹങ്ങൾ തന്നെയാണ്. പക്ഷെ വളർന്നത് ആട്ടിൻകൂട്ടത്തില്. ഏത് ആട്ടിൻകൂട്ടത്തില്? നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛനമ്മ നമുക്ക് എന്താ പറഞ്ഞേ? മോനെ നീ പഠിച്ചു വലുതായി എന്താ പറഞ്ഞ? വീട്ടിൽ പഠിച്ചു വലുതായി ഒരു ജോലിക്കാരനാവണോ? ടീച്ചേഴ്സ് എന്താ പറഞ്ഞ? സ്കൂളിൽ ചെന്നപ്പോ പഠിച്ച് മിടുക്കിയായിട്ട് നല്ലൊരു വലിയ ജോലി നേടണം. ബന്ധുക്കൾ എന്താ പറഞ്ഞേ? ഇത് തന്നെ. അയൽവാസികൾ എന്താ പറഞ്ഞേ? അത് തന്നെ. നാട്ടുകാരെന്താ പറഞ്ഞ? മോനെ ജോലിക്കായോ? ഡിഗ്രിക്ക് കഴിഞ്ഞു, ജോലിയില്ലായോ? അങ്ങനല്ല ചോദിക്കാറ്. ആരെങ്കിലും ചോദിക്കാറുണ്ട് മോനെ നിനക്ക് ബിസിനസ് ഒക്കെ എങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്? ജോലിയായോ എന്നല്ല ചോദിക്കാറുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ഇവരെ ഒരു ജോലിക്കാരനും ജോലിക്കാരിയുമായിട്ടുള്ള ആടുകളാക്കി മാറ്റി. അപ്പൊ ആരാ നിങ്ങളെ ആടാവാനുള്ള കാരണം? നിങ്ങൾ ഉദ്ദേശിച്ചത് ചില ആൾക്കാരുണ്ട്, എല്ലാവരും അല്ല. ഇങ്ങനെ കാണാൻ എന്റെ ഓരോരുത്തർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് അവരെ പറ്റിയാ പറയണത്. അല്ല, എന്റെ ഓരോരുത്തരുള്ളൂ. ആ ഇടയിൽ ഓരോരുത്തർ ആരാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ ഈ സിംഹമാണോ ഇത്രയും കാലം ആട്ടുംകൂട്ടത്തിൽ വളർന്ന നിങ്ങള് ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ വ്യക്തി എന്താ ചെയ്തിട്ടുണ്ടാവും? ഒന്ന് പറഞ്ഞ് കഥയായിട്ട് കണക്ട് ചെയ്തിട്ട് പിടിച്ചോണ്ടെന്ന് വെള്ളത്തിൽ നിർത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ മനസ്സിലായില്ലേ ആരാ? അപ്പൊ നിങ്ങൾ ആരാ? ഓക്കെ. അപ്പൊ എല്ലാ സിംഹങ്ങൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.